ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരായ തന്ത്രി കുടുംബാംഗങ്ങൾ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന്. ഏകാദശി ഉദയാസ്തമന പൂജ നവംബർ 12-ന് നടത്തിയത് തിരക്ക് കണക്കിലെടുത്തും ശ്രീകോവിൽ അടച്ചിടാതെ ദർശനം സുഗമമാക്കാനുമാണെന്നാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ നിലപാട്. എന്നാൽ ദേവസ്വം നടപടി ആചാരലംഘനമാണെന്നാണ് ഹർജിക്കാരുടെ വാദം. ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയത് ആചാര ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി തന്ത്രി കുടുംബങ്ങൾ നൽകിയ ഹർജിയിൽ ഇന്നലെ വിധി പറയാനിരുന്നതാണെങ്കിലും പിന്നീട് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, മുരളീകൃഷ്ണ എന്നിവരുൾപ്പെട്ട ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് വിധി പറയുന്നത്. ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയത് തിരക്ക് കണക്കിലെടുത്തും ശ്രീകോവിൽ അടച്ചിടാതെ ദർശനം സുഗമമാക്കാനും വേണ്ടിയാണെന്നാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ നിലപാട്. ഉദയാസ്തമന പൂജ വഴിപാട് മാത്രമാണെന്നും ആചാരമല്ലെന്നും തന്ത്രി അഭിപ്രായപ്പെട്ടിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ദേവസ്വം സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. അതേസമയം ആദിശങ്കരന്റെ നിർദ്ദേശാനുസരണമാണ് ഗുരുവായൂരിൽ ഉദയാസ്തമന പൂജ ആരംഭിച്ചതെന്നും ശിരളയം കോവിലകമാണ് ഉദയാസ്തമന പൂജ ഏറ്റെടുത്ത് നടത്തിയതെന്നും ഹർജിക്കാർ കഴിഞ്ഞ ദിവസം വാദമുന്നയിച്ചിട്ടുണ്ട്. ഉത്സവം പൂർവാചാരപ്രകാരം തുടരണമെന്നായിരുന്നു 2015-ലെ അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ കണ്ടത്. ആചരണാദികൾ യഥാവിധി തുടരണമെന്ന് 2018-ലെ ദേവപ്രശ്നത്തിലും കണ്ടു. ഉത്സവ പൂജാരീതികളിൽ മാറ്റം വരുത്തിയാൽ ദേവചൈതന്യം കുറയുമെന്നും ഹർജിക്കാർ ഹൈക്കോടതിയിൽ വാദമുന്നയിച്ചിട്ടുണ്ട്. ഓദിക്കന്മാരും ചിരളയം കോവിലകവും ഹർജിയിൽ കക്ഷിയേർന്നിരുന്നു. ജനം, കൊച്ചി.